ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒറ്റപ്പെട്ട അധികം ആരും കടന്നു ചെല്ലാത്ത ഒരു ചർച്ച്. അവിടെ കുറേയധികം പുരോഹിതന്മാരുണ്ടായിരുന്നു. അതീവ രഹസ്യമായിട്ട് ഈ ചർച്ചിനുള്ളിൽ എന്തോ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഈയിടെയായിട്ട് ഈ ചർച്ചിന്റെ ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും കുറച്ചധികം സ്ത്രീകളെ കാണാതാവുന്നുണ്ട്. ഈ കാണാതായ സ്ത്രീകൾ മരിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയുന്നില്ല. അഥവാ മരിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ ശവശരീരം പോലും ആ നാട്ടുകാർക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ യാദൃശികമായിട്ട് ഈ ഒരു ചർച്ചിലേക്ക് ഒരു ഫാദർ വരികയാണ്. പുതിയൊരച്ഛനാണ്. പ്രേതബാധ ഒഴിവാക്കുക അല്ലെങ്കിൽ എക്സോസിസം എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഫാദർ മാർക്ക് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. എന്നാൽ ആ ഒരു ചർച്ചിലേക്ക് വന്നതിന് ശേഷമല്ലേ അറിയുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വേറെയാണെന്ന്, അതിഭീകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്ന്. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോയിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാം. കഥ തുടങ്ങുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷെഫീഖ്. അവൻ ഈ വയനാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും നന്നായിട്ട് അറിയാം. ടൂർ ഗൈഡൊക്കെ ആയി പോയിട്ടുള്ള ആളാണ്. അപ്പൊ നിങ്ങൾ വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരം റിസോർട്ട് വേണമെങ്കിലും ഷെഫീഖിനെ കോൺടാക്ട് ചെയ്താൽ മതി. അവന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷെഫീഖിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോകല്ലേ. സിനിമയുടെ ആരംഭത്തിൽ 1957 അർദ്ധരാത്രിയിൽ ഒരു ചർച്ച് കാണിക്കുകയാണ്. അതിവേഗത്തിൽ ആ ചർച്ചിന്റെ മുന്നിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അതിനുള്ളിൽ നിന്നും വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഒരു ഫാദർ ഇറങ്ങുകയാണ്. ഒരു പുരോഹിതൻ. അയാളുടെ കയ്യിൽ എന്തോ ഉണ്ട്. നോക്കുമ്പോൾ അതൊരു ചെറിയ കുഞ്ഞാണ്. ആ കുഞ്ഞുമായിട്ട് ഈ പുരോഹിതൻ നേരെ ചർച്ചിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. ദൈവത്തോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ല, എന്നോട് പുറത്തു തരണം. ഈ ചെകുത്താന്റെ സന്തതിയെ ഇല്ലാതാക്കുകയല്ലാതെ വേറൊന്നിനും എനിക്ക് കഴിയില്ല. ഇത് പറഞ്ഞ് കത്തിയെടുക്കാണ് ആ ഫാദർ. ഇതേ നേരം തന്നെ ആ കുട്ടിയുടെ ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് ഒരു ചിഹ്നം കാണിക്കുന്നുണ്ട്. ഒരു മറുക് പോലെ ഒരു അടയാളം. എന്നാൽ ആ കുട്ടിയെ ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല. അറിയാലോ, യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസ്. കുട്ടിയെ എനിക്ക് കാണിക്കാൻ കഴിയില്ല. എന്തായാലും കത്തിയെടുത്തുകൊണ്ട് ഫാദർ ഇപ്പോ അതിനെ കുത്തി കൊല്ലാൻ നോക്കുകയാണ്. എന്നാൽ അതേ നേരത്ത് ആ വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ട് ടപ്പയെന്ന് പറഞ്ഞിട്ട് 2 പോലീസുകാർ ഉള്ളിലേക്ക് വരികയാണ്. അവരുടെ കയ്യിൽ ലോഡ് ചെയ്ത ഗണ്ണുകളുണ്ട്. ഫാദറിനോട് മര്യാദക്ക് ആ ഒരു ഗണ്ണല്ല, കത്തി അത് താഴെ ഇടാൻ പറയാണ്. ആ സമയത്ത് ഫാദർ കരഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. ഇത് ചെയ്യല്ലാതെ എനിക്ക് വേറൊരു നിവൃത്തിയില്ല. എന്തായാലും അടുത്ത നിമിഷം തന്നെ പോലീസുകാർ അയാളെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഫാദർ കുട്ടിയെ കൊന്നുകളയും. പോലീസുകാർക്ക് അറിയില്ലല്ലോ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. എന്തായാലും ആ ഒരു പുരോഹിതൻ വീണ വാർഡിന് ഒരു പോലീസുകാരൻ പോയിട്ട് ആ ഒരു കുഞ്ഞിനെടുക്കുകയാണ്. ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന ആ കുട്ടി ഇപ്പോ പെട്ടെന്ന് ചിരിക്കുകയാണ്. എന്താണ് അന്ന് രാത്രി അവിടെ സംഭവിച്ചത്? ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അല്ലേ. എന്തായാലും ഈ ഒരു സംഭവം കഴിഞ്ഞു. ഇപ്പൊ 30 വർഷത്തോളായിട്ടുണ്ട്. ഇതിനുശേഷം ആളൊഴിഞ്ഞ ഒരു ഭാഗത്തിലൂടെ പോകുന്ന ഒരു ബസ് കാണിക്കുകയാണ്. വിജനമായ ഒരു സ്ഥലത്ത് ആ ഒരു ബസ് നിൽക്കുകയാണ്. അതിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കഥാനായകനായിട്ടുള്ള ഫാദർ മാർക്ക്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ഒരു പേപ്പറിന്റെ കഷ്ണം ഉണ്ടായിരുന്നു. അതിലേക്ക് നോക്കിയിട്ട് കാടിന്റെ ഒരു ഭാഗത്തേക്ക് അദ്ദേഹം അങ്ങനെ നടന്നു പോവാണ്. കുറച്ചു ദൂരം നടന്നപ്പോൾ ഈ കാടിനുള്ളിലായിട്ട് പുരോഹിതരെല്ലാം താമസിക്കുന്ന ഒരു കോൺവെന്റ് അത്യാവശ്യം വലുപ്പമുള്ളതാണ് കേട്ടോ. അങ്ങോട്ടേക്ക് മാർക്ക് എത്തുകയാണ്. അവിടുത്തെ വാതിൽ മുട്ടിയപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഫാദർ വന്നിട്ട് ആരാണ് എന്താ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ മാർക്ക് കാര്യങ്ങളൊക്കെ പറയുന്നു. ഓ, നിങ്ങളായിരുന്നല്ലേ മാർക്ക്, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കായിരുന്നു കേട്ടോ, വാ ഉള്ളിലേക്ക് വാ. എന്തായാലും നിങ്ങളെപ്പോലെയുള്ള യുവാക്കള് ഇതുപോലെ എക്സോസിക്സ് പഠിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷായിട്ടാ. ഇതുപോലെയുള്ള എന്ത് കാര്യം വേണമെങ്കിലും ഞങ്ങൾ പഠിപ്പിച്ചു തരും. പക്ഷെ എന്തൊക്കെയായാലും ഇവിടെയും ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം. അതായത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇത് സാധാരണ ഒരു ചർച്ചോ കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ എക്സോസിസ് ആണ് കൂടുതൽ നടക്കാറ്. അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സെക്യൂരിറ്റിയും കുറച്ചധികമാണ്. ഫാദറിന്റെ അതേ വേഷം ധരിച്ച ഒരാളെ ഇപ്പൊ കാണിക്കുന്നുണ്ട്. ഒരു സെക്യൂരിറ്റി ഫാദർ എന്ന് വേണമെങ്കിൽ പറയാം. ആളെ നോക്കുകയാണെങ്കിൽ ഭയങ്കര വലുപ്പമുള്ള ശരീരമാണ്. കണ്ടാൽ തന്നെ ചിലപ്പോൾ ഒന്ന് പേടിയായി പോകും. എന്തായാലും ആ ആളെ കൊണ്ട് നമ്മുടെ മാർക്കിന്റെ ബേഗും കാര്യങ്ങളൊക്കെ അവനിപ്പോ കൂട്ടിക്കൊണ്ടുവന്ന ആ ഫാദർ ഉണ്ടല്ലോ, അദ്ദേഹം ചെക്ക് ചെയ്യാൻ വേണ്ടി പറയാണ്. കാരണം ഇതൊരു ഐസൊലേറ്റഡ് ഏരിയ ആണ്. ഇങ്ങോട്ടേക്ക് പുറത്തുനിന്നുള്ള ഒന്നും കൊണ്ടുവരാൻ പാടില്ല. എന്നാൽ ബേഗ് തപ്പി നോക്കിയപ്പോ അതിനുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു കൊന്തമാല. ഇപ്പൊ ആ ഒരു ഫാദർ തൽക്കാലം സെക്യൂരിറ്റി ഫാദറിനെ നമുക്ക് ഡൊമിനിക് എന്ന് വിളിക്കാം. അപ്പൊ ഈ ഡൊമിനിക് ഫാദർ ഒരു കൊന്തമാല കൊടുക്കുകയാണ്. അപ്പൊ അത് വേണ്ട, എന്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് എന്ന് പറയുന്നത്. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫാദർ മാർക്കിനെ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുവന്ന ആ ഒരു ഫാദർ ഉണ്ടല്ലോ, ആ ഫാദറിനെ തൽക്കാലം നമുക്ക് ആന്റണി എന്ന് വിളിക്കാം. അപ്പൊ ഈ ആന്റണി ഫാദർ നമ്മുടെ ഫാദർ മാർക്കിനെയും കൂട്ടി നേരെ അവനായിട്ടുള്ള മുറിയിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ ഒരു കാര്യമുണ്ട്, ഇവിടെ കറണ്ട് ഇല്ല, ഫോണില്ല, TV ഇല്ല, ഒന്നുമില്ല. ആകെയുള്ളത് മെഴുകുതിരി മാത്രമാണ്. അപ്പൊ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിൽക്കണം. പിന്നീട് ബാത്റൂം ഒക്കെ ദാ അവിടെയാണ്. ഡിന്നറിന്റെ സമയമാകുമ്പോൾ ഞങ്ങൾ വിളിച്ചോളാം. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം, ഇവിടുത്തെ ഒരു നിയമമാണ്, രാത്രി സമയങ്ങളിൽ അനാവശ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കരുത്. അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി. ഇതും പറഞ്ഞ് ഫാദർ ആന്റണി അവിടുന്ന് പോകുന്നുണ്ട്. അയാൾ പോയി കഴിഞ്ഞപ്പോൾ തന്നെ വേഗം പോയിട്ട് ഫാദർ മാർക്ക് റൂം ക്ലോസ് ചെയ്യണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ നേരം ഫാദർ മാർക്കിന്റെ ഷോൾഡറിലായിട്ട് ഒരു പാട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. സിനിമയുടെ ആരംഭത്തിൽ ആ ഒരു കുട്ടിയുടെ ഷോൾഡറിൽ കണ്ട അതേ മാർക്ക് തന്നെ. ഇനിയിപ്പോ ആ കുട്ടി തന്നെയാണോ ഫാദർ മാർക്ക്? എന്തായാലും അറിയില്ല. എന്തായാലും ഇതിനുശേഷം ഫാദർ മാർക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ബോക്സ് തുറക്കുകയാണ് കേട്ടോ. അതിനടിയിൽ തന്നെ മറ്റൊരു സീക്രട്ട് അറയുണ്ടായിരുന്നു. അതായത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫാദർ ഡൊമിനിക് ഈ ഒരു കാര്യം കണ്ടായിരുന്നില്ല. എന്തായാലും ആ അറ
തുറന്ന് അതിനുള്ളിൽ നിന്നും ഒരു ഗണ്ണും അതുപോലെ തന്നെ ഒരു ക്യാമറയും ഫാദർ മാർക്ക് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു പേപ്പർ കട്ടിംഗ്. കുറച്ച് സ്ത്രീകളെ ഈയിടെയായിട്ട് കാണാതായിട്ടുണ്ട്. സോ അവരുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആയിരുന്നു അത്. അതായത് ഒരു കാര്യം ഉറപ്പാണ്, ഫാദർ മാർക്ക് ഇങ്ങോട്ടേക്ക് വെറുതെ ഒന്നും വന്നതല്ല. ഇയാൾക്ക് മറ്റെന്തൊക്കെയോ രഹസ്യമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. അധികം വൈകാതെ തന്നെ ഡിന്നർ കഴിക്കാനായിട്ട് ഫാദറിനെ വിളിക്കാൻ കേട്ടോ. അങ്ങോട്ടേക്ക് ചെന്നു. ഭക്ഷണം തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. അതായത് വലിയ രുചിയുമില്ല, അതുപോലെ തന്നെ വലിയ മണവുമില്ല. സത്യം പറയുകയാണെങ്കിൽ വെരി ബാഡ് ഫുഡ്. ചുവന്ന നിറത്തില് ഒരു രുചിയുമില്ല, അതുപോലെ തന്നെ ഒരുമാതിരി വൃത്തിയായിട്ട മണവും. പക്ഷെ ഫാദർ മാർക്ക് ഇങ്ങോട്ടേക്ക് വന്നത് മറ്റെന്തോ ഒരു ലക്ഷ്യത്തിനാണ്. അതുകൊണ്ട് തന്നെ ഈ ഫുഡ് മോശമാണ് എന്ന രീതിയിൽ അവരോട് പെരുമാറാനൊന്നും പറ്റില്ല. അതുകൊണ്ട് സഹിച്ച് അവനത് കഴിക്കുകയാണ്. എന്നാൽ ഇതേ നേരത്തെ തന്നെ ആ കൂട്ടത്തിലെ ഒരു ഫാദർ ജോഷുവ വളരെ കാര്യമായിട്ട് തന്നെ ഇടക്കിടക്ക് നമ്മുടെ മാർക്കിനെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഫാദർ ജോഷുവ എന്ന് പറഞ്ഞാൽ നേരത്തെ മാർക്കിനെ കൊണ്ടുവന്നില്ല, പ്രധാനിയായിട്ടുള്ള ആ ഒരു ഫാദർ ആന്റണി. ഈ ആന്റണിയുടെ റൈറ്റ് ഹാൻഡ് ആണ് ജോഷുവ. എന്തായാലും ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഫാദർ മാർക്ക് ചുമ്മാ സ്ഥലക്കൊന്ന് കാണാനായിട്ട് അതിലൂടെ നടക്കുകയാണ്. ആ നേരം ഈ ഒരു ചർച്ചിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഗം കാണുകയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ പേടിയാവുന്ന രീതിയിലിരിക്കുന്ന കുറച്ചധികം സ്ത്രീകൾ. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയ ജോഷുവ ഭക്ഷണമാണോ മരുന്നാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അത് സാധാരണ സ്ത്രീകളല്ല. അതായത് ഈ ബാധക കയറിയ മനുഷ്യരുണ്ടാവില്ലേ, അതുപോലെയുള്ള സ്ത്രീകൾ. ശരിയും എക്സോസിസം അത് പഠിക്കാനൊന്നുമല്ല ഫാദർ മാർക്ക് ഇങ്ങോട്ടേക്ക് വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു പേടിയും വല്ലാത്തൊരു ഉത്കണ്ഠയൊക്കെ തോന്നുന്നു കേട്ടോ. അതായത് ഇന്ന് രാത്രി എക്സോസിസം ചെയ്യാനുള്ള ലേഡിയാണ് ആ ഇരിക്കുന്നത്. അധികം വൈകാതെ ആ എക്സോസിസിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതായത് പ്രേതബാധ ഒഴിപ്പിക്കൽ, അതിനുള്ള ചടങ്ങുകൾ തുടങ്ങാൻ പോവാണ്. കുറെ ഫാദേഴ്സ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇവരിപ്പോ നമ്മുടെ ഫാദർ മാർക്കിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ പ്രധാനിയായിട്ടുള്ള ആ ഒരു പ്രേസ്റ്റ് വന്നിട്ട് ഒരു കാര്യം നമ്മുടെ ഈ മാർക്കിനോട് ചോദിക്കുന്നുണ്ട്. അതായത് ഈ എക്സോസിസം അത് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം അത് ഏതാണെന്ന് നിനക്കറിയോ? അതിന് വ്യക്തമായുള്ള മറുപടി മാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൃത്യം പറയുകയാണെങ്കിൽ 6 മണി. പിശാചുക്കളുടെ ആ ഒരു ശക്തി വലയം, പ്രഭാവ വലയം അത് നഷ്ടപ്പെടുന്ന സമയമാണ് ഈ 6 മണി. ആ സമയമാണ് എക്സോസിസം ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം. പിന്നീട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൂമിലേക്ക് ഇവരെല്ലാവരും കയറി കഥ കിടക്കുകയാണ്. ആ സമയത്ത് തന്നെ മാർക്കിന് ചില വാണിങ്ങുകൾ കിട്ടുന്നുണ്ട്. അതായത് ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും നിങ്ങൾ കണ്ടേക്കാം എന്ന് കരുതി ഭയപ്പെടാൻ നിൽക്കരുത്. ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ഭയം ഉണ്ടായേക്കാം, എന്നിരുന്നാലും ഞങ്ങളുടെ കൂടെ നിൽക്കുക. അതിനിടയിൽ ഒരു ഫാദർ ഈ നടക്കാൻ പോകുന്ന ചടങ്ങുണ്ടല്ലോ അത് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള വീഡിയോ ക്യാമറ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതെന്തിനാണെന്ന് മാർക്ക് ചോദിച്ചപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റാത്ത പല കാര്യം ക്യാമറയിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതിനു പുറമെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് മുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിനും കൂടിയാണ് ഇതുപോലെ വീഡിയോ ക്യാമറയിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ അധികം വൈകാതെ അവിടെ മെഴുകുതിരികൾ അത് മുഴുവനായിട്ടും കത്തിച്ചു വെക്കാണ്. പതിയെ പതിയെ പ്രാർത്ഥന അത് ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സോസിസ് അത് ചെയ്യാനുള്ള പെൺകുട്ടിയും ഇവരെങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെൺകുട്ടിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറുകയാണ്, വയലന്റ് ആവാൻ തുടങ്ങുകയാണ്. മാത്രമല്ല അവിടെ ഇപ്പോൾ ഒരു നേരിയ കാറ്റ് വീശാൻ തുടങ്ങുകയാണ്. പതിയെ പതിയെ അതിന്റെ ശക്തി കൂടുകയാണ്. ഫാദർ മാർക്ക് ആദ്യമായിട്ടാണ് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ പെണ്ണാണെങ്കിലോ ആ ഒരു കട്ടിൽ കിടന്ന് പെട്ടച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും ആദ്യമായിട്ട് ഇത് കാണുന്ന ആൾക്ക് ഉള്ളിൽ നല്ല ഭയം വരും. സത്യമാണ്, ആ ഭയം ഫാദർ മാർക്കിന്റെ മുഖത്ത് കാണാൻ കഴിയും. കാരണം കട്ടിൽ കിടക്കുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഈ ഒരു പ്രാർത്ഥനയുടെ തീവ്രത അത് കൂടുന്നതിനനുസരിച്ച് വല്ലാതെ കിടന്ന് അവളെ പെട്ടക്കുകയാണ്. കയ്യും കാലും കെട്ടിയത് കൊണ്ട് തന്നെ അവൾക്ക് അധികം അനങ്ങാൻ കഴിയുന്നില്ല. ഇതേ സമയം പ്രാർത്ഥനയുടെ ഇടയിൽ ഈ മെയിൻ ആയിട്ടുള്ള ഫാദർ ആന്റണി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുരിശിന് പെട്ടെന്ന് തീ പിടിക്കുകയാണ്. അധികം വൈകാതെ ആ ഒരു ചടങ്ങ് എല്ലാവരും തീർക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ മാർക്കിന് ഇത് ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും അവനാകെ അങ്ങോട്ട് ഇല്ലാതായി വിറച്ചു പോയിട്ടുണ്ട്. എന്തായാലും ചടങ്ങെല്ലാം കഴിഞ്ഞ സമയത്താണ് നമ്മുടെ മാർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിന്റെ പല ഭാഗത്തായിട്ട് രഹസ്യമായ പല വാതിലുകളുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്തായാലും അവന്റെ ജോലി അത് അവൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ രഹസ്യ വാതിലുകൾ അതെന്തിനാണെന്നുള്ള കണ്ടുപിടിക്കണം. അതിനു മുന്നേ ആയിട്ട് കാര്യങ്ങൾ ആരംഭിക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള ഫാദർ ഉണ്ടല്ലോ, ഫാദർ ആന്റണി, അയാളുടെ മുറിയിൽ വെച്ചാണ്. സോ അതിനുവേണ്ടി ആ റൂമിന്റെ അരികിലേക്ക് പോയിട്ട് അവിടെ ആരും ഉണ്ടാകില്ല എന്ന് കരുതിയിട്ട് പതിയെ അത് തുറക്കാൻ നിൽക്കുമ്പോൾ ഒരു വിളി കേൾക്കുകയാണ്. ഫാദർ മാർക്ക്, നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്? തിരിഞ്ഞു നോക്കിയപ്പോൾ മാർക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. മറ്റാരുമല്ല, മറ്റേ ഒരു സെക്യൂരിറ്റി ഫാദർ ഉണ്ടല്ലോ, ഡൊമിനിക് ആയിരുന്നു. അയാളുടെ രൂപം തന്നെ കുറച്ചധികം വ്യത്യസ്തമാണ്, കണ്ടാൽ തന്നെ പേടിയാവും. അപ്പൊ ഈ ഡൊമിനിക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ? ഒന്നുമില്ല, ഞാൻ ഫാദർ ആന്റണിയെ കണ്ടെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ അവിടെ കയറാൻ പാടില്ല, എന്തായാലും ഇവിടുന്ന് പൊയ്ക്കെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാർക്കിനെ ഒഴിവാക്കുകയാണ്. അധികം വൈകാതെ ഡിന്നർ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. വീണ്ടും അതേ ഭക്ഷണം തന്നെ, മണവും ഗുണമില്ല, അതുപോലെ തന്നെ വൃത്തികെട്ട ടേസ്റ്റും. ചുവന്ന നിറമുള്ള ഈ ഭക്ഷണം എന്താണെന്ന് മാർക്കിന് മനസ്സിലാവുന്നേ ഇല്ല. പക്ഷേ നിയമം അനുസരിച്ച് ഇത് നിർബന്ധമായിട്ട് കഴിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് അത് തിന്നാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ കൂട്ടത്തിലെ മറ്റൊരു ഫാദർ ഇത് തിന്നാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുള്ളത് പോലെ കാണിക്കുകയാണ്. എന്നാൽ ഫാദർ ഡൊമിനിക്ക് അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ചെവിയിൽ എന്തോ ഒന്ന് പറഞ്ഞ സമയത്ത് അവൻ അത് വീണ്ടും കഴിക്കാൻ തുടങ്ങുകയാണ്. അതായത് ഇവിടെയുള്ള പ്രീസ്റ്റുകളിൽ പല ആൾക്കാരും ഇഷ്ടത്തോട് കൂടിയിട്ടൊന്നുമല്ല ഈ ഭക്ഷണം കഴിക്കുന്നത്. അതിന് പിന്നിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായില്ലേ? അങ്ങനെ ആ ഒരു ഡിന്നർ എല്ലാം കഴിഞ്ഞ് മാർക്കിപ്പോ അവന്റെ റൂമിലേക്ക് പോവാണ്. എന്നാൽ റൂമിൽ എത്തിയ പാട് തന്നെ വല്ലാണ്ട് ഛർദ്ദിക്കാനും ഓക്കാനൊക്കെ വരികയാണ്. ഒന്നും നോക്കിയില്ല, അവൻ വാഷ് ബേസിൽ പോയിട്ട് ഛർദ്ദിച്ച് കളയാണ്. എന്നാൽ ആ ഛർദ്ദിച്ചതിൽ അവന്റെ പല്ല് തന്നെ അവൻ
അവൻ കാണുകയാണ്. ആകെ ഞെട്ടിപ്പോയി. ആ പല്ലെടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ഈച്ച പുറത്തേക്ക് വരുന്നുണ്ട്. ശരിക്കും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. ഇതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ അവന്റെ തോന്നലാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ അവനൊരു കാര്യം തീരുമാനിച്ചു. എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത് ആ പണി വേഗം തീർക്കുക. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടം പിടിച്ചത് തന്നെയാണ്. അങ്ങനെ അന്ന് രാത്രി തന്നെ അവന്റെ കയ്യിൽ അവന് സ്വന്തമായിട്ട് ഒരു ജപമാല ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ മാലയുടെ താഴ്ഭാഗത്തായിട്ട് ചില സ്ക്രൂ ഡ്രൈവേഴ്സ് അതുപോലെ തന്നെ കള്ളച്ചാവി ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ആ ചാവി ഉപയോഗിച്ച് നേരെ അവൻ ഫാദർ ആന്റണിയുടെ മുറിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഫാദർ ആന്റണി ഈ രാത്രിയിൽ അദ്ദേഹത്തിന് ആ ഒരു റൂമിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും അതൊരു നല്ല അവസരമായിരുന്നു. മാർക്ക് റൂമിനുള്ളിലേക്ക് കയറുകയാണ്. കയറി നോക്കുമ്പോൾ അവിടുത്തെ ഷെൽഫിൽ ഒരുപാടധികം കാസറ്റുകൾ കാണുന്നുണ്ട്. ഓരോ കാസറ്റ് അതിന് പുറത്തായിട്ട് ഓരോ സ്ത്രീകളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം അവൻ എടുക്കുകയാണ്. അത് പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് അവൻ തന്നെ നിന്നുകൊണ്ട് ഒരു എക്സോസിസം ഇവിടെ നടന്നായിരുന്നല്ലോ, അതിന്റെ വിഷ്വലാണത്. എന്നാൽ സൂക്ഷ്മതയോട് കൂടിയിട്ട് അതിലേക്ക് നോക്കിയപ്പോൾ എന്തൊക്കെയോ ചില സംശയങ്ങൾ മാർക്കിന് തോന്നുകയാണ്. അതുകൊണ്ട് ആ ഒരു കാസറ്റ് എല്ലാം അവിടെ എടുത്തു വെച്ച് എക്സോസിസം നടന്ന ആ റൂമുണ്ടല്ലോ, ആ കട്ടിലുണ്ടല്ലോ, അങ്ങോട്ടേക്ക് മാർക്ക് ഒറ്റയ്ക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ കട്ടില് വിശദമായിട്ട് മാർക്ക് പരിശോധിക്കുന്ന സമയത്ത് ഇതിന്റെ പല ഭാഗങ്ങളായിട്ട് സിറിഞ്ച് കിട്ടുന്നുണ്ട്. അതായത് ഇതിലൊരു സ്ത്രീ കിടന്നായിരുന്നല്ലോ, അവളുടെ ദേഹത്ത് കുത്തിവെക്കാൻ പാകത്തിനുണ്ടായിരുന്ന സിറിഞ്ചുകൾ. അതുപോലെ കട്ടിലിന്റെ ഒരു ഭാഗം തൊട്ട സമയത്ത് ആ കട്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇളകി കളിക്കുകയാണ്. സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എക്സോസിസം ചെയ്യുന്ന സമയത്ത് ആ കട്ടിൽ ഇളകിയത് ചെകുത്താന്റെ ശക്തി കൊണ്ടൊന്നുമല്ല, ആ സ്വിച്ച് ഇട്ട സമയത്താണ് ഈ മെക്കാനിസം കാരണമാണ് ഈ കട്ടിൽ ശരിക്കും ഇളകിയത്. അതുപോലെ തന്നെ ആരൊരാൾ വരുന്നുണ്ട്. ആ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഫാദർ മാർക്ക് ചുമരിനോട് ചേർന്ന് നിന്ന് ഒളിക്കുകയാണ്. ഒളിച്ച സമയത്ത് അവിടെ രഹസ്യമായിട്ട് വെച്ച ഒരു ഫാൻ കാണുകയാണ് കേട്ടോ. അതായത് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നും ഒരു കാറ്റ് വന്നായിരുന്നല്ലോ, അത് ഈ ഫാൻ ഉപയോഗിച്ചിട്ടാണ്. ഇതങ്ങനെ ആർക്കും കാണാൻ കഴിയില്ല. അങ്ങനെയാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥന ചെയ്യുമ്പോൾ, അതായത് എക്സോസിസം ചെയ്ത സമയത്ത് ആ കുരിശിൽ അതെങ്ങനെയാ തീ വന്നത്? കുരിശും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ അതെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കുരിശ് സത്യം പറഞ്ഞാൽ ഒരു ലൈറ്റർ പോലെയാണ്. അതിലും ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു. അതിട്ട് കഴിഞ്ഞാൽ തീ വരും. ഒട്ടാകെ പറയുകയാണെങ്കിൽ എക്സോസിസം എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ നടന്നത് ഒരുമാതിരി ഒരു ഉടായിപ്പ് പരിപാടിയാണ്. പക്ഷെ എന്തിനാണ് ഇങ്ങനെയുള്ള ഓരോ പരിപാടികൾ ഇവിടെ ചെയ്യുന്നത്? എന്ത് തേടിയാണ് മാർക്ക് ഇങ്ങോട്ടേക്ക് വന്നത്? അന്ന് രാത്രി കൂടുതലൊന്നും മാർക്കിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു ദിവസം കഴിഞ്ഞു പോവാണ്. പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാ പുരോഹിതരെയും പള്ളിയിലേക്ക് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. കാരണം പ്രാർത്ഥന നടക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ പ്രധാനിയായിട്ടുള്ള ഫാദർ ആന്റണി ഫാദർ മാർക്കിനോട് അവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. അവനിപ്പോ ഇംഗ്ലീഷിൽ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. അപ്പൊ ഫാദർ ആന്റണി പറയാണ്, ഇംഗ്ലീഷിലല്ല ലാറ്റിൻ ഭാഷയിൽ നീ പ്രാർത്ഥിക്കുന്നത്. ഫാദർ മാർക്ക് ആകെ കൊടിഞ്ഞു പോവാണ്. ലാറ്റിൻ ഭാഷയുടെ ഒരു അക്ഷരം പോലും ഇവന് മര്യാദക്ക് അറിയില്ല. പിന്നെ എങ്ങനെയാണ് ആ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുക? അപ്പൊ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫാദർ ജോഷു വരുന്നുണ്ട്. എന്നാൽ ഫാദർ ജോഷു നോക്കിയിട്ട് ആന്റണി പറയാണ്, അവനെ ഏൽപ്പിച്ച പണി അവൻ തന്നെ ചെയ്താൽ മതി. എന്തായാലും ഫാദർ മാർക്കിന് ലാറ്റിൻ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ തന്നെ ഇവർക്ക് എല്ലാവർക്കും എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം വീണ്ടും ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരിയ്ക്കുകയാണ്. എന്നാൽ ഇത്തവണ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനുള്ളിൽ നിന്നും കൊഴാന്നുള്ള എന്തോ ഒരു വൃത്തികെട്ട സാധനം മാർക്കിന് കിട്ടുകയാണ്. ആക്ച്വലി എന്താണ് ഈ കഴിക്കുന്ന ഭക്ഷണം എന്ന് അവന് മനസ്സിലാവുന്നേ ഇല്ല. എന്തായാലും അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവൻ വേഗം റൂമിലേക്ക് പോവാണ്. അതായത് ഇന്ന് രാത്രിയോട് കൂടിയിട്ട് മാർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ നിൽക്കുകയാണ്. അതിന് മുന്നേ ആയിട്ട് അവൻ കൊണ്ടുവന്ന ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കത്തിച്ച് കളയുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും രക്ഷപ്പെട്ട് പോകുന്നതിന് മുന്നേ ഇവിടുന്ന് അവൻ എടുക്കുന്നില്ല. ആ ഒരു ഗണ്ണ് മാത്രം എടുത്ത് അരയിൽ വെക്കുകയാണ്. പിന്നീട് പതിയെ പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. അതായത് ഇവിടെയുള്ള എല്ലാ ഗേറ്റുകളും എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്നും തുറന്ന് ഫാദർ മാർക്കിന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള, അതായത് ദുരൂഹമായിട്ടുള്ള ഒരു കാര്യം ഫാദർ മാർക്ക് കാണുകയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെമിത്തേരിയുടെ ഭാഗത്ത് ഒരുപാട് കല്ലറകളുണ്ട്. അവിടെ പുതുതായിട്ട് ഒരു കുഴി കുഴിച്ച് ഒരു 4-5 ഫാദേഴ്സ് അങ്ങോട്ടേക്ക് ചെന്ന് ആരുടെയോ ഒരാളുടെ മൃതദേഹം അവിടെ അടക്കം ചെയ്യുന്നുണ്ട്. പക്ഷെ അറിയില്ല അതാരാണെന്ന്, അതെന്തിനാ ചെയ്യുന്നതെന്ന്. എന്തായാലും ഇത് കണ്ട സമയത്ത് ഫാദർ മാർക്ക് ഒന്ന് ഞെട്ടിപ്പോവാ. ഇനി കഥയുടെ ബാക്കി കേൾക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മച്ചന്മാര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പി ആകും കേട്ടാ. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല കഥകൾ പറഞ്ഞു തരികയല്ലേ. അപ്പൊ ഒരു ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഫാദർ മാർക്ക് നോക്കിയ സമയത്ത് 4-5 പേര് ചേർന്ന് ആരെയോ ഒരാളെ കുഴിച്ചിടുന്ന കണ്ടല്ലോ. അപ്പൊ ധാരാണെന്ന് നല്ല സംശയം തോന്നി. അതായത് എക്സർസൈസ് ചെയ്തപ്പോ ആ ഒരു ലേഡി ഉണ്ടായിരുന്നില്ലേ, അവര് മരിച്ചു കാണുമോ, അവരായിരിക്കും അത്. അങ്ങനെ ഒരു സംശയം തോന്നിയത് കൊണ്ട് തന്നെ ആ സ്ത്രീയെ പൂട്ടിയിട്ട് റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ സ്ത്രീ അവിടെ കാണാനില്ല. പകരം അവിടെ ഒരു ഇച്ചിരി രക്തമാണ് കാണുന്നത്. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു വിളി കേൾക്കുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ മാർക്ക് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. നോക്കുമ്പോൾ ആരാണ്? ആന്റണി ഫാദർ ഉണ്ടല്ലോ, അയാളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഫാദർ ജോഷു ആയിരുന്നത്. ജോഷു പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കുമ്പസാരം നടത്തുന്ന ആ ഒരു സ്ഥലത്തേക്ക് നീ വാ, നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും ഇവിടെ വെച്ച് വേണമെങ്കിൽ മാർക്കിനെ ജോഷുക്ക് കാണിച്ചു കൊടുക്കായിരുന്നു. എന്നിട്ടും അത് ചെയ്യാതെ കുമ്പസാര റൂമിലേക്ക് വരാൻ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അതിന്റെ പിന്നിൽ ഉണ്ടാവുമല്ലോ. പിന്നീട് കുമ്പസാരം നടത്തുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവനോടൊരു കാര്യം ഇപ്പൊ ഫാദർ ജോഷു പറയുന്നുണ്ട്. നീ വന്നപ്പോൾ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ഒരു കള്ളത്തരം നിനക്കുണ്ട്. അതായത് നീ എന്തോന്ന് തേടിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒരു ഫാദർ അല്ല. ഫാദർ മാർക്ക്, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നിന്നെ പോലെ തന്നെ മറ്റൊരു ആവശ്യത്തിന് ഇങ്ങോട്ടേക്ക് വന്ന ആളാണ് ഞാൻ. പക്ഷെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി എന്നെ അവർ പിടികൂടി. ശക്തമായ ശിക്ഷ അവരെനിക്ക് തന്നു. ഇവിടുന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. തടി
തടി കേടാവാതിരിക്കണമെങ്കിൽ തൽക്കാലം ഇവിടുത്തെ സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്തോളൂ എന്ന് പറയാം. പിന്നീട് ഫാദർ ജോഷു പോകാൻ നിൽക്കുമ്പോൾ ഇപ്പൊ മാർക്ക് പറയാണ്, നീ വിചാരിച്ചതുപോലെയുള്ള ഒരാളല്ല ഞാനൊരു പോലീസുകാരനാണ്. ശരിക്കും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ എന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ വെച്ച് പല പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. ഞങ്ങൾ പോലീസുകാർക്ക് നല്ല സംശയം ഈ ചർച്ചിന്റെ മേലെയാണ്. എന്നാൽ ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നടക്കുന്നില്ലെങ്കിലോ എന്തായാലും ഡയറക്റ്റ് ആയിട്ട് പോലീസുകാർക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു അന്വേഷണം അത് പോസിബിൾ അല്ല. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് വളരെ സീക്രട്ട് ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാണ് ഞാൻ. എന്നാൽ മാർക്ക് ഒരു പോലീസുകാരനാണെന്ന് കേട്ടപ്പോൾ ജോഷുവയ്ക്ക് സമാധാനമാണ്. അപ്പോൾ നമ്മളെയൊക്കെ രക്ഷപ്പെടുത്താൻ വന്ന ആളാണല്ലേ? അതെ, ഇവിടെ ആരൊക്കെ കുടിയും കിടക്കുന്നുണ്ട് എല്ലാവരും ഞങ്ങൾ രക്ഷപ്പെടുത്തും. പക്ഷെ അതിന് മുന്നേ ആയിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ജോഷുവ നീ എന്നോട് പറയണമെന്ന് പറയണം. അങ്ങനെ ജോഷുവ മനസ്സിലാക്കിയ കാര്യങ്ങൾ മാർക്കിനോട് പറയാണ്. അതായത് ഈ ഒരു ചർച്ചിലേക്ക് വലിയ ഫണ്ട് ഓരോ മാസവും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫണ്ട് വരുന്നതിനായിട്ട് ഇവിടെ ആരാധനയും കാര്യങ്ങളും അതുപോലെ തന്നെ എക്സോസിസം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് വീഡിയോ എടുത്ത് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇവരിങ്ങനെ ഒരു നാടകം ഇവിടെ കളിക്കുന്നത്. ഇവിടെ ഒരു ആത്മാവും ഇല്ല, ഒന്നുമില്ല, എല്ലാം ഇവരുടെ ട്രിക്കാണ്. അതെന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. ആ ഒരു കട്ടിലും അവിടെയുള്ള ഡ്രഗും അവിടുത്തെ ഫാനും അവിടുത്തെ കുരിശും എല്ലാം ഒരു തട്ടിപ്പ് സെറ്റപ്പാണ്. അതായത് പൈസ അടിച്ചെടുക്കാൻ വേണ്ടി മാത്രം. അതിനായിട്ട് ഇവർ ഒരുപാട് സ്ത്രീകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് ലഹരി കൊടുത്ത് അവരെ പ്രാന്തികളാക്കിയിട്ട് അവർക്ക് ബാധയാണെന്ന് പറഞ്ഞ് അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് അതിന്റെ എക്സോസിസം ചെയ്യുന്നത് നേരെ വത്തിക്കാനിൽ അയച്ചു കൊടുക്കും. അവിടുന്ന് ഫണ്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ നേരത്തെ എക്സോസിസം എന്ന പേരിൽ നാടകം കളിച്ചില്ലേ? അപ്പൊ ആ നാടകത്തിന് വേണ്ടി ഉപയോഗിച്ച ആ ഒരു പെൺകുട്ടി മിക്കവാറും അവള് മരിച്ചിരിക്കും. അവളുടെ ഡെഡ് ബോഡി ആയിരിക്കണം നേരത്തെ കുറച്ച് പേര് പോയിട്ട് ആ ഒരു ശവപ്പറമ്പിൽ കുഴിച്ചിട്ടത്. എന്തായാലും രാത്രിയിൽ തന്നെ അങ്ങോട്ടേക്ക് മാർക്ക് ചെല്ലുകയാണ്. അവർ കുഴിച്ചിട്ട് ആ ഒരു ശവക്കുഴി ഉണ്ടല്ലോ, അതിപ്പോ മാർക്ക് ആരും അറിയാതെ തോണ്ടുകയാണ്. തോണ്ടി നോക്കി അതിനുള്ളിൽ ഒരു പെട്ടി കാണാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു പെട്ടി തുറന്നു നോക്കുകയാണ്. എന്നാൽ അതിനുള്ളിൽ ഒരു കാര്യം കണ്ട് അവൻ ഞെട്ടിപ്പോവാണ്. എന്താണ് അതിനുള്ളിൽ അവൻ കണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഒന്നുമില്ല, കാലി പെട്ടിയാണ്. ഇതിപ്പോ എന്തിനാ അവര് ഇങ്ങനെയൊരു നാടകം, അതായത് ഒരു ശവം കുഴിച്ചിടുന്നത് പോലെ ഒരു നാടകം വീണ്ടും കളിച്ചത്? അധിക നേരമൊന്നും അത് ആലോചിക്കാൻ വേണ്ടി മാർക്കിന് പറ്റിയില്ല. പെട്ടെന്ന് അവനിട്ട് ഒരു അടിയും കിട്ടുന്നുണ്ട്. തലയിൽ ഒരു തുണിയും വന്ന് വീഴുകയാണ്. ആ തുണി ഇട്ടത് മറ്റാരുമല്ല, ഫാദർ ഡൊമിനിക് തന്നെയാണ്. അതായത് ടോട്ടലി ഇവിടെ എന്തൊക്കെയോ ഒരു മിസ്റ്ററി ഉണ്ടല്ലോ. ബോധം വന്ന് നമ്മുടെ മാർക്ക് നോക്കുമ്പോൾ അവനൊരു കട്ടിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഫാദർ ഡൊമിനിക് നിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഒരു കസേരയിൽ ആന്റണി ഫാദർ ഇരിക്കുന്നുണ്ട്. ഫാദർ ആന്റണി ഇപ്പൊ മാർക്കിനോട് പറയാണ്, ഞങ്ങൾ ആദ്യം വിചാരിച്ചു നീ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുമെന്ന്. എന്നാൽ അങ്ങനെയല്ല, ചില പണിഷ്മെന്റ് അപ്പൊ നിനക്ക് ആവശ്യമാണ്. നീ ഞങ്ങളുടെ വഴിക്ക് വരണം, വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ വരുത്തും. ഇത് പറഞ്ഞ് ഇവരെപ്പോഴും കഴിക്കാറുള്ള ആ ഒരു ഭക്ഷണമല്ലോ, അത് 4 പാത്രത്തിൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരുമാതിരി വൃത്തികെട്ട ചോയുള്ള ഭക്ഷണം, എന്തോ ഒരു മാംസൊക്കെ പോലെ ആയിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും അത് കോരിപ്പോ അവന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അവൻ ആദ്യമൊന്നും തിന്നാൻ സമ്മതിച്ചില്ല, തുപ്പുകയാണ്. ആ നേരം ഫാദർ ഡൊമിനിക് അവനെ പിടിച്ചു വെക്കുകയാണ്. അവന്റെ വായിലേക്ക് ആ 4 പാത്രത്തിലെ ഭക്ഷണം കുത്തി കയറ്റുന്നുണ്ട്. എല്ലാം കൂടെ ഉള്ളിലേക്ക് ചെന്നപ്പോ അവന്റെ ബോധം തന്നെ ഇല്ലാതായി പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞ് മാർക്കിന് ബോധം വരുമ്പോ ആ റൂമിൽ ഫാദർ ആന്റണി ഇല്ല, പകരം ഫാദർ ഡൊമിനിക് ഒരു ഭാഗത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇത് തന്നെ അവസരം. പതിയെ അവന്റെ ആ ഒരു കെട്ടുകൾ എങ്ങനെയൊക്കെയോ വായൊക്കെ വെച്ച് കടിച്ചു മുറിച്ച് അഴിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നാൽ അപ്പൊ തന്നെ ഫാദർ ഡൊമിനിക് കണ്ണു തുറക്കുകയാണ്. അവിടെ വെച്ച് അയാൾക്ക് നേരെ ഫൈറ്റ് ചെയ്യല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. എന്നാൽ ഫാദർ ഡൊമിനിക് കണ്ടാൽ തന്നെ അറിയാൻ ആരോഗ്യവാനായിട്ടുള്ള ഒരു ഘടാഘടിയനാണ്. അയാളോട് അങ്ങനെ മുട്ടി നിൽക്കാൻ കഴിയില്ല. എന്തായാലും നല്ല അവസരത്തിൽ നമ്മുടെ മാർക്കിന് അവന്റെ അരയിൽ ഒളിപ്പിച്ച് വെച്ച് ആ ഒരു ഗണ്ണ് പുറത്തേക്ക് എടുക്കാൻ പറ്റി. ഒരു തലയാണി അതിന്റെ മുകളിൽ വെച്ചിട്ട് ഒരൊറ്റ പൊട്ടിക്കലാണ്. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ മാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനല്ല നോക്കിയത്. ഇപ്പോഴും ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതെന്താണെന്ന് അറിയണല്ലോ. അതുകൊണ്ട് തന്നെ നേരെ അടുക്കളയുടെ ഭാഗത്തേക്ക് ചെന്ന് നോക്കുകയാണ്. ആ നേരത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്തായാലും വിളിച്ചടിച്ച് അവിടെ മുഴുവനായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ രഹസ്യമായിട്ടുള്ള ഒരു മുറി കാണുകയാണ്. ആ മുറി ഇപ്പോൾ നമ്മുടെ ഫാദർ മാർക്ക് തുറന്നു നോക്കുകയാണ്. ഫാദർ മാർക്ക് എന്ന് പറയാൻ പറ്റില്ല, ആളൊരു പോലീസുകാരനാണല്ലോ. എന്തായാലും മുറി തുറന്നു നോക്കിയ മാർക്ക് കാണുന്ന കാര്യം എന്താ, കാണാതായി എന്ന് പറയുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരെയെല്ലാം പന്നിക്കടയിൽ പന്നികളെ കെട്ടി തൂക്കിയിട്ടില്ലേ, അതുപോലെ അവരുടെ ഡെഡ് ബോഡികൾ, അവരുടെ മാംസമാണ് മുറിച്ചെടുത്ത് 3 നേരം ഭക്ഷിക്കാനായിട്ട് ഇവർക്കൊരു പാത്രത്തിൽ കൊടുക്കുന്നത്. അത് മനസ്സിലാക്കിയപ്പോ തന്നെ മാർക്ക് ആകെ കിടന്ന് ഛർദിക്കുകയാണ്. ഇതേ നേരം ഫാദർ ജോഷു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജോഷുവും ഈ ഒരു കാര്യം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അവനും കിടന്ന് വാള് വെക്കാൻ തുടങ്ങുകയാണ്. ഇത്രയും ദിവസം കഴിച്ചത് മനുഷ്യന്റെ ഇറച്ചിയായിരുന്നോ? എന്തായാലും ഇതോടുകൂടിയിട്ട് എന്തിനാണ് മാർക്ക് ഇങ്ങോട്ടേക്ക് വന്നത് അത് ഏകദേശം തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഇവിടുന്ന് പുറത്തേക്ക് പോകണം, പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. എന്നാൽ ഫാദർ ജോഷു പറയാണ്, നീ പോവാനായിട്ടില്ല, ഇനിയും മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. ആദ്യമൊന്നും മാർക്ക് സമ്മതിച്ചില്ല. എന്നിരുന്നാലും മാർക്കിനെ നിർബന്ധിച്ച് ജോഷു നേരെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഒരു പുസ്തകമുണ്ട്, 800 വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട ഒരു പുസ്തകമാണത്. അതിൽ എഴുതി വെച്ച ഒരു പ്രധാന കാര്യം ഇപ്പൊ ഫാദർ ജോഷു വായിക്കുകയാണ്. അതായത് ഭാവി കാലത്തിൽ, ഇനി വരാനിരിക്കുന്ന കാലത്തിൽ ഒരു കുട്ടി ജനിക്കും. ആ കുട്ടി ജനിച്ചു കഴിഞ്ഞ് ആദ്യത്തെ ചന്ദ്രഗ്രഹണം അത് പൂർണ്ണമായിട്ട് നടക്കുമ്പോൾ അവന്റെ ഷോൾഡറിൽ ഒരു പാട് വന്ന് വീഴും. അതിനർത്ഥം ആ ഒരു കുട്ടി തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്നാണ്. അങ്ങനെ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഉടനടി കൊല്ലണമെന്ന് പുരാതനമായ 800 വർഷങ്ങൾക്ക് മുന്നേ രചിച്ച ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അഥവാ ആ കുട്ടിയെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ വളർന്നു വലുതാകും, അവൻ ഒരു സാത്താന്റെ സന്തതിയാണ്. ഈ ലോകത്തുള്ള മനുഷ്യരുടെ ചോര മുഴുവൻ ഊറ്റി കുടിച്ചല്ലാതെ അവൻ ഇവിടുന്ന് പോകില്ല. മാത്രമല്ല അവന്റെ ദേഹത്തുണ്ടാവുന്ന ആ ഒരു സിംബലും കൂടെ ആ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് കണ്ടപാട് തന്നെ മാർക്ക് ആകെ ഞെട്ടിപ്പോവാണ്.
കാരണം അവന്റെ ഷോൾഡറിൽ ഇതുപോലൊരു പാടുണ്ട്. മാർക്ക് അത് മനസ്സിലാക്കിയപ്പോ ജോഷിനും അത് മനസ്സിലായി കേട്ടോ. ഇപ്പൊ മാർക്ക് പറയണ ഇതൊക്കെ എന്തൊക്കെ വിഡിത്തരാണ്, ഇതെന്താണ് ഏതോ കാലത്ത് എന്തോ എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ സമയത്ത് ജോഷ് ഒരു കാര്യം പറയുന്നുണ്ട്, മാർക്ക് നീ ഒരു പോലീസുകാരനല്ലേ, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നീ ഒരു വ്യക്തമായ പ്ലാനിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതായത് ഇവിടെയുള്ള ഈ കൾട്ട് ഗ്രൂപ്പ് ഇവർക്ക് നിന്നെ ആവശ്യമാണ്, നിന്നിലൂടെ പിശാചിനെ അവർ കൊണ്ടുവരാൻ നോക്കുകയാണ്. ശരിക്കും ഒരു വലിയ ട്രാപ്പിലേക്ക്, ഒരു പദ്ധതിയുടെ ഉള്ളിലേക്കാണ് മാർക്ക് വന്ന് വീണിരിക്കുന്നത്. മാർക്കിന് എന്നാൽ ഈ കാര്യമൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു പുരോഗമന ചിന്തയുള്ള ആളാണ്, അതായത് അവനൊരു പിശാചിന്റെ കുഞ്ഞാന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അവനത് വിശ്വസിക്കുക, അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അവസാനം ഫാദർ ജോഷ് പറയാണ്, നീ ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഒരു കാര്യം നിന്നോട് പറയട്ടെ, അവർക്ക് വേണ്ടി അവരുടെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നീ ഇവിടെ നിന്ന് കൊടുക്കരുത്. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള പല വഴികളും എനിക്കറിയാം. എന്നാൽ ആദ്യമൊന്നും മാർക്ക് ഇത് വിശ്വസിക്കുന്നില്ല. എന്നാൽ ഫാദർ അദ്ദേഹത്തിന്റെ ആ ഒരു വസ്ത്രം മാറ്റി കാണിച്ചു കൊടുക്കുകയാണ്. പുറത്തെല്ലാം ഒരുപാട് തവണ അടി കിട്ടിയതിന്റെ പാടുണ്ട്. കാരണം ഓരോ തവണ രക്ഷപ്പെടാൻ നോക്കുമ്പോഴും ഓരോ അടി വെച്ച് കിട്ടാറുണ്ട്. അതിനർത്ഥം മാർക്ക് പല തവണ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ട്. ഒരുവിധം വഴികളൊക്കെ അവൻ അറിയാം. എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാർക്ക് തൽക്കാലം എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബലിപീഠം ഉണ്ടായിരുന്നു. അതിനടിയിലൂടെ ഒരു വഴിയുണ്ട്, ഒരു ടണലാണ്. അതിനുള്ളിലൂടെ ജോഷിയുടെ പിറകാലെ തന്നെ മാർക്കും ചെല്ലുകയാണ്. അങ്ങനെ ആ ടണലിലൂടെ പോയി ഒരുമാതിരി ചെറിയൊരു വലിപ്പുള്ള ഒരു ഗുഹയിലേക്ക് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന രണ്ടാൾക്കാര് പാവം നമ്മുടെ മാർക്കിനെ അടിച്ച് വീഴ്ത്തുകയാണ് കേട്ടോ. അതായത് വലിയൊരു ചതി ഇവിടെ നടന്നിരിക്കുകയാണ്. ഒരു വിശ്വസ്തനായിട്ട് ഫാദർ ജോഷുവ നമ്മുടെ മാർക്കിന്റെ കൂടെ നിന്ന് അവനെ ചതിക്കുകയായിരുന്നു. ഒരു കാരണവശാലും മാർക്ക് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോവാതിരിക്കാനായിട്ട്, കറക്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട്. എന്തായാലും അവര് ബോധം കെട്ട് കിടക്കുന്ന മാർക്കിനെ അവിടുന്ന് കൊണ്ടുപോവാണ് കേട്ടോ. അതായത് ഒരുപാട് താഴെയായിട്ട് വലിയൊരു ഗുഹ, 800 വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിക്കപ്പെട്ട വലിയൊരു ഗുഹയാണിത്. അവിടെ വെച്ച് ഇനി ചില ചടങ്ങുകൾ നടക്കാൻ വേണ്ടി പോവാണ്. ആ ഫാദേഴ്സ്, പുരോഹിതന്മാര്, ഇവരൊക്കെ ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രം അണിഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു കർമ്മത്തിന് വേണ്ടി നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ അവരുടെ ലീഡർ ആയിട്ടുള്ള ഫാദർ ആന്റണി ഉണ്ട്. ഫാദർ ആന്റണി ഇപ്പോ കെട്ടിയിട്ട മാർക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഈ ഒരു രഹസ്യ സംഘടന നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദൈവവും സാത്താനും എല്ലാത്തിനും തുല്യ ശക്തിയാണ്. ഇത്രയും കാലം ദൈവത്തിന്റെ രീതിയിലുള്ള ഒരു ലോകമായിരുന്നില്ലേ നമ്മുടേത്. എന്നാൽ ആ ലോകത്തിനൊരു മാറ്റം വരുത്തണം. ഇവിടെ ദുഷ്ടന്മാരായിട്ടുള്ള പല ആൾക്കാരും പെറ്റ് പെരുകിയിരിക്കുകയാണ്. അവരെല്ലാം ഇല്ലാതാവണം. സാത്താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരണം. ആ സാത്താനിലൂടെ പുതിയൊരു ഭൂമിയെ, പുതിയൊരു ലോകത്തെ ഞങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പോവാണ്. അതിനുള്ള ഏക പോൻ വഴി നീയാണെന്ന് പറയണം. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് പറയാണ്, നിങ്ങൾ എന്ത് വെട്ടിത്തരായി പറയുന്നേ, ഞാനൊരു സാധാരണ പോലീസുകാരനാ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു പോലീസുകാരനായി എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാവും. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന വിവരം പല ആൾക്കാരും നേരത്തെ അറിഞ്ഞതാണ്. മര്യാദക്ക് സംസാരിക്കാൻ പോലും പറ്റാതെ വായി കെട്ടിയിട്ട അവസ്ഥയിൽ മാർക്ക് ഈ ഒരു കാര്യങ്ങൾ അലറി വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ മാർക്ക് എന്തൊക്കെ പറഞ്ഞിട്ടും ഇവന്മാർക്ക് യാതൊരു കൂസലുമില്ല കേട്ടോ. കഴിഞ്ഞ 700 വർഷമായിട്ട് ഇവന്മാർ ഈ ഒരു ചടങ്ങ് ചെയ്യാനായിട്ട് ഇതിനുവേണ്ടി അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അതായത് അവരുടേതായ ഓരോ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തായാലും ആ ചടങ്ങിന്റെ അടുത്ത ഭാഗമായിട്ട് ഒരു നരബലി നടത്തണം. അതിനായിട്ട് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഒരു ആടിനെ അറുക്കുന്നത് പോലെ ആ പെൺകുട്ടിയെ ഇവരെ അറുത്ത് ആ രക്തം എടുത്ത് എല്ലാവരും അത് കുടിക്കുകയാണ്. അവസാനം അത് കുടിക്കാനായിട്ട് നമ്മുടെ മാർക്കിന് വരെ കൊടുക്കുന്നുണ്ട്. അവന്റെ വായിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തുപ്പിക്കളയുന്നവരുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ ഭ്രാന്തന്മാർ ഈ ചടങ്ങ് ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഏകദേശം ചടങ്ങുകളെല്ലാം പൂർത്തിയായിട്ട് ഇവർ കാത്തിരിക്കുകയാണ് മാർക്കിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു പിശാച് വരാനായിട്ട്. എന്നാൽ ഇത്രയും നേരമായിട്ട് ഒന്നും വരാത്തതുകൊണ്ട് ഈ മെയിൻ ആയിട്ടുള്ള പുരോഹിതൻ, അതായത് ഫാദർ ആന്റണി വിചാരിക്കുകയാണ്, ഇതെന്താ സംഭവിക്കാത്തത്, ഇവൻ എന്താ യാതൊരു മാറ്റവും വരാത്തത്. ഇതേ നേരം തന്നെ ഈ ആന്റണിയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഫാദർ ജോഷു പറയാണ്, നിങ്ങൾ ചെയ്തതിൽ എന്തോ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഫാദർ ആന്റണി നല്ല എളിഭ്യനായിട്ട് എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ മാർക്ക് ചിരിക്കുകയാണ്. വിഡ്ഢികൾ, കെട്ടുകഥകൾ വിശ്വസിക്കുന്ന ഓരോ വിഡ്ഢികൾ, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, മര്യാദക്കിനെ വിട്ടോന്ന് അവൻ വീണ്ടും പറയാണ്. ഇതേ നേരം തന്നെ ഫാദർ ജോഷു പറയാണ്, തൽക്കാലം ബാക്കിയുള്ള എല്ലാ ഫാദർമാരും ഇവിടുന്ന് തിരിച്ചു പോകണം, നമുക്ക് നാളെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. എന്നാൽ എല്ലാവരുടെ ഇടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. ആഹാ, ഞങ്ങൾ പോയിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഈ ചടങ്ങ് ചെയ്ത് പിശാചിനെ കൊണ്ടുവന്ന് അതിന്റെ നേട്ടങ്ങൾ നിങ്ങൾ മാത്രമായിട്ട് എടുക്കാൻ നോക്കുകയാണല്ലേ. ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ ബഹളം. ഈ സമയത്ത് ഫാദർ ജോഷു വന്നിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഒരു കത്തിയെടുത്ത് മാർക്കിന്റെ വയറ്റിലേക്ക് ഒരൊറ്റ കുത്താണ്. അവൻ അപ്പൊ തന്നെ മരിച്ചു തോന്നുന്നു. എന്നിട്ട് ഈ മാർക്കിനെ നോക്കിയിട്ട് ഫാദർ ജോഷു പറയുന്നത്, കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ, ഇനി ഒരു പിശാചും ഇല്ല, ഒരു ദൈവവും ഇല്ല, ഇവിടെ ഒന്നും അങ്ങനെയില്ല, എല്ലാം നമ്മുടെ മൂഢവിശ്വാസങ്ങൾ മാത്രമാണ്. അവൻ പക്ക ഒരു നിരീശ്വരവാദിയാണെന്നേ. അവനിപ്പോ പറയുന്ന കാര്യം നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ വത്തിക്കാനുള്ളവരെ പറ്റിക്കുന്നു, എക്സോസിസം ഇവിടെ ഉടായിപ്പായിട്ട് ചെയ്യുന്നു, നമ്മൾ പൈസ തട്ടുന്നു, നമുക്ക് ആ പരിപാടി മതി എന്ന് പറയാണ്. എന്തായാലും മരിച്ചുപോയ നമ്മുടെ മാർക്കിനെ എടുത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കിണറ്റിന്റെ ഉള്ളിലേക്ക് ഇട്ട് ഇവരെ അവിടുന്ന് പോവുകയാണ്. എന്നാൽ എല്ലാ ചടങ്ങും കഴിഞ്ഞ് ഫാദർ ആന്റണി അയാളുടെ റൂമിൽ തന്നെയാണ് കേട്ടോ. എന്തോ വല്ലാത്തൊരു വിഷമത്തിലാണ്. അതായത് ആ ചടങ്ങ് പൂർത്തിയാവാത്തതിലും പിശാച് വരാത്തതിലും ഇയാൾക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പൊ കുറേയധികം മദ്യപിച്ച് ലക്ക് കേട്ട് ബോധമില്ലാതെയായിട്ട് അവിടുന്ന് കുട്ടികൾ കളിക്കുന്ന പോലെ എന്തൊക്കെയോ കളിച്ചു കൂട്ടാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഫാദർ ജോഷു വന്നിട്ട് സമാധാനിപ്പിക്കുകയാണ്. ഫാദർ, നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവും, തൽക്കാലം നിങ്ങൾ വന്ന് കിടക്കുന്നു പറഞ്ഞിട്ട് ആ കട്ടില് ഫാദർ ആന്റണിയെ കിടത്തിയതിനു ശേഷം ഒരു തലക്കാണി
കത്താണി ഉപയോഗിച്ച് ജോഷുവ അയാളെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയാണ്. കാരണം ഫാദർ ആന്റണി അയാളുടെ പൊസിഷനിലേക്ക് ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് ജോഷു ആയിരിക്കും. ജോഷുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു വിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല. ഫാദർ ആന്റണിയെ പോലെ ആ ഒരു പിശാച് വരും ലോകത്തെ മാറ്റിമറിയും എന്നുള്ള യാതൊരു വിശ്വാസവും ഇല്ല. അയാൾക്ക് ആകെ വേണ്ടത് പണമാണ്. പണത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഇടക്കിടക്ക് ഓരോ സ്ത്രീകളെ തട്ടിക്കൊണ്ടുവരണം, എന്നിട്ട് എക്സോസിസം എന്ന പേരിൽ ഇവിടെ വെച്ച് നാടകം കളിക്കണം, എന്നിട്ട് ആ വീഡിയോ വത്തിക്കാനിലേക്ക് അയക്കണം, പൈസ ഉണ്ടാക്കണം. എന്തായാലും ഇയാൾ മരിച്ചതോട് കൂടിയിട്ട് അയാളുടെ പൊസിഷനിലേക്ക് ജോഷു വരാൻ വേണ്ടി പോകണം. ഈ വിവരം അറിഞ്ഞ് എന്തായാലും രാവിലെ എല്ലാവരും ഒത്തുകൂടുമല്ലോ. അപ്പൊ എല്ലാവരുടെ മുന്നിൽ വെച്ചും ഒരു നാടകം കൂടെ ജോഷു കളിക്കുന്നുണ്ട്. അത് തന്നെ ഫാദർ പോയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള അച്ഛന്മാരൊക്കെ വന്നിട്ട് നീ കരയണ്ട, നീ വിഷമിക്കേണ്ട, എന്തായാലും അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് ഇനി നീ വരണം, നീയാണ് ഇനി ഇവിടുത്തെ അധികാരി. ഇത് തന്നെയാണ് ജോഷുവയ്ക്കും വേണ്ടത്. എന്തായാലും മരിച്ചു കിടക്കുന്ന ഫാദർ ആന്റണിയുടെ മൂക്കിൽ നിന്നും ഒരു ഈച്ച പതിയെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഈച്ച പിന്നീട് ഈ ഒരു ചർച്ച് മുഴുവനായിട്ട് ചുറ്റിക്കറങ്ങി അവസാനം ടണലിനടിയിലൂടെ പോയി ഇന്നലെ രാത്രി ചടങ്ങ് നടന്ന ആ ഒരു ഗുഹയുണ്ടല്ലോ, അതിനുള്ളിലെ കിണറ്റിലേക്ക് ഒരൊറ്റ പോക്കങ്ങ് പോവാണ്. ആ കിണറ്റിൽ ആരുണ്ട്? മരിച്ചു കിടക്കുന്ന മാർക്കുണ്ട്. മാർക്കിന്റെ ദേഹത്ത് ആ ഒരു ഈച്ച പോയിരിക്കുകയാണ്. അതോടുകൂടിയിട്ട് പെട്ടെന്ന് മാർക്ക് ചാടി എഴുന്നേൽക്കാണ്. അതായത് ഒരുപാട് പരിക്കുകളോട് കൂടിയിട്ട് അവൻ ആ ഒരു കിണറ്റിലേക്ക് വീണെങ്കിലും ആള് മരിച്ചിട്ടില്ല. പിന്നീട് വേദന കൊണ്ട് അവൻ അതിന്റെ ഉള്ളിൽ കിടന്ന് കരയാണ് കേട്ടോ. പിന്നീട് എങ്ങനെയൊക്കെയോ മുകളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ വന്നതിന് ശേഷം അവന്റെ ദേഹത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം. ഒരു കാറ്റ് വീശിയതോട് കൂടിയിട്ട് അവന്റെ ദേഹം എല്ലാം ചീഞ്ഞ് അളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവിളിച്ച് വേദന കൊണ്ട് മാർക്ക് ഉറക്കെ കരയുന്നുണ്ട്. എന്നാൽ അല്പനേരം കൊണ്ട് അവന്റെ ശരീരത്തിൽ വല്ലാത്ത മാറ്റങ്ങൾ വരികയാണ്. ഇതേ നേരം തന്നെ മുകളിൽ ഇങ്ങോട്ടേക്ക് ചടങ്ങിനായിട്ട് ഒരുപാട് സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അവരുടെ മൃതദേഹം മുഴുവനായിട്ട് കത്തിച്ച് കളയാണ്. അതുപോലെ തന്നെ ഫാദർ ആന്റണി അയാൾ മരിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫാദറിന്റെ ഭാഷയൊക്കെ ഒറ്റയടിക്ക് മാറുകയാണ്, ലാറ്റിൻ ഭാഷയിലാവുകയാണ്. എന്നാൽ ആ ലാറ്റിൻ ഭാഷയൊന്നും ഇയാൾക്കറിയില്ല. പരമാവധി അത് പറയാതിരിക്കാൻ വേണ്ടി ഫാദർ ജോഷ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളെ കൊണ്ട് അതിന് പറ്റുന്നില്ല. ഇതേ നേരം തന്നെ ജോഷ് പതിയെ പൊന്താൻ ആരംഭിക്കുകയാണ്. ഇയാളുടെ കൈകളും കാലുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ തുടങ്ങി. അവസാനം പിരിഞ്ഞ് ഇയാളുടെ ശരീരം തന്നെ ഇല്ലാതായി ചതഞ്ഞരഞ്ഞ് അവിടെ ആ ഒരു കോട്ട് അല്ലെങ്കിൽ ആ ഒരു വസ്ത്രം മാത്രമായിട്ട് അത് താഴേക്ക് വീഴാണ്. ഇതേ നേരം തന്നെ ബേക്കിലുണ്ടായിരുന്ന ആ വലിയ ബെഞ്ച്, അതിന്റെ പിന്നിൽ നിന്നും ശരിക്കുള്ള ആ ഒരു സാത്താൻ അവൻ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. അത് തന്നെ ശരിക്കും ആ സാത്താൻ വരുന്നുണ്ട്. 800 വർഷങ്ങൾക്ക് മുന്നേ രചിച്ച ആ കാര്യം സത്യമായിരുന്നു. മാർക്ക് തന്നെയാണ് ആ ഒരു പിശാച്. പൂർണ്ണമായിട്ട് പിശാചിന്റെ രൂപത്തിൽ അവൻ അവിടെ വന്ന് നിന്ന് ഒരു ഒച്ചപ്പാട് ഉണ്ടാക്കുകയാണ്. അത് കണ്ടപാട് തന്നെ ഈ അച്ഛന്മാര് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചോടുന്നുണ്ട്. എന്നാൽ മറ്റൊരു രീതിയിൽ ഒരു ശബ്ദം ഉണ്ടാക്കിയതോട് കൂടിയിട്ട് ഈ ഓടുന്ന അച്ഛന്മാര് മുഴുവനായിട്ട് ഫ്രീസായി സ്റ്റെക്കായി അങ്ങനെ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ കുരിശിൽ നാട്ടിയ ഒരു വലിയ ജീസസിന്റെ ശില്പവും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ശില്പത്തിന്റെ തല വരെ പതിയെ തിരിയാൻ തുടങ്ങുകയാണ്. ശില്പത്തിന്റെ മാത്രമായിരുന്നില്ല, ഇവിടെ അനങ്ങാൻ പോലും നിൽക്കാൻ കഴിയാതെ നിൽക്കുന്ന ഈ അച്ഛന്മാരുണ്ടല്ലോ, അവരെല്ലാവരും പതിയെ എയറിലേക്ക് പൊന്തി അവരുടെ ശരീരവും തലകീഴായിട്ട് മറിയാണ്. അതായത് ആന്റി ക്രൈസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുരിശെല്ലാം തലകീഴായി നിൽക്കുന്ന പറയില്ലേ, അതുപോലെ. എന്നാൽ ആ കുരിശ് മാത്രമായിരുന്നില്ല, ഈ ലോകം മുഴുവൻ തലകീഴായിട്ട് വരികയാണ്. ഈ ചർച്ച എങ്ങനെയുണ്ടായത്? നേരെ മുകളിലേക്കല്ലേ? എന്നാൽ അത് നേരെ തിരിഞ്ഞു വരികയാണ്. കൂരഭാഗം താഴെയും തറഭാഗം മേലെയുമായിട്ട് മാറി. അതായത് പൂർണ്ണമായിട്ടും തലകീഴായി മറിഞ്ഞ പുതിയൊരു ലോകം. വൈഡ് ആംഗിളിൽ അങ്ങനെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. മാത്രമല്ല പെട്ടെന്ന് ആകാശത്തിൽ ഒരു വലിയ ഭീകരമായ ഹോൾ ഉണ്ടാവുകയാണ്. അതിനുള്ളിലൂടെ നരകത്തിൻ്റെതായ പല കാര്യങ്ങളും ഭൂമിയിലേക്ക് വരികയാണ്. അത് ഭൂമിയെ തൊടാൻ വേണ്ടി പോവാണ്. അതായത് നരകത്തിൽ നിന്ന് വലിയൊരു ഹോൾ, ഒരു വലിയ ഓട്ട ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഇനി ഈ ലോകം നിയന്ത്രിക്കാൻ പോകുന്നത് ഈ ഒരു ചെകുത്താനാണ്. ഈ ലോകം ഇനി ചെകുത്താന്റേതായിരിക്കും. നരകതുല്യമായ വ്യത്യസ്തമായ ഒരു ലോകം. അങ്ങനെ പൂർണ്ണമായിട്ടും ചെകുത്താൻ ഭൂമിയെ കീഴടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. എല്ലാ കഥയിലും ചെകുത്താനെ ഇല്ലാതാക്കുന്നത് പോലെ അല്ലാതെ ഈ കഥയിൽ കുറച്ചധികം വ്യത്യസ്തമായിട്ട് ചെകുത്താൻ ഭൂമിയെ കീഴടക്കുന്നത് പോലെ ആയിട്ടുണ്ട്. എന്തായാലും തുടക്കം മുതലേ മിസ്റ്റീരിയസ് ആയിട്ട് വല്ലാതൊരു ഹൊറിഫിക് ഫീലിൽ തുടങ്ങിയ ഒരു പടമാണ്. എല്ലാ കഥയുടെ അവസാനം ഒരുപോലെ ആയിരിക്കണം എന്നില്ല. എന്തായാലും തുടക്കം മുതലേ നല്ലൊരു ത്രില്ല് ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായി ഈ ഒരു കഥ? അപ്പൊ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.